ഹായ് എവരിവൺ, എൻ്റെ പേര് ഗായത്രി. അപ്പോൾ ജി ഡിയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ സെപ്റ്റംബർ 5 നോട്ടിഫിക്കേഷൻ വരികയാണ്. അതായത് എക്സാം നമ്മൾ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ലൈവ് ക്ലാസ്സസ് ഒക്കെ ഇംഗ്ലീഷിൻ്റെ, അതുപോലെ റീസണിങ്ങിൻ്റെ, മാത്സിൻ്റെ ഒക്കെ ലൈവ് ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതോടൊപ്പം നിങ്ങൾ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സ്റ്റാറ്റിക് ജി കെയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ജി ഡി എക്സാമിന്. ഓക്കെ, അപ്പോൾ ജി ഡി എക്സാമിന് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ സിലബസ് അനുസരിച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്സ് എല്ലാം കറക്റ്റായിട്ട് എക്സാമിന് ഒരു മാസം മുന്നേ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എന്താ, എക്സാമിന് ഒരു മാസം മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിനി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ആ ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കംപ്ലീറ്റ് സ്ട്രാറ്റജിയിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ജി ഡി എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? മാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കാം അല്ലേ? ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നവർ കറക്റ്റായിട്ട് പറഞ്ഞു കാണും. 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ മാത്രമേ ഒരു മാർക്ക് ഡിഡക്റ്റ് ആവുള്ളൂ അല്ലേ? അപ്പോൾ അത്രയും നിങ്ങൾക്ക് മറ്റ് SSC എക്സാമിനെ അപേക്ഷിച്ച് ജി ഡി എക്സാം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു എക്സാമാണ്. ഒത്തിരി പേർക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ആഫ്റ്റർ ഈ ഒരു തിയറി എക്സാമിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഫിസിക്കലിൻ്റെ ടെസ്റ്റുകളൊക്കെ മാത്രം നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ജി ഡി എക്സാം എന്ന് പറയുന്നത് അത്ര വലിയ കടുകട്ടി എക്സാം ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്മാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത് സ്റ്റാറ്റിക് ജി കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ജി കെയിൽ മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചാൽ തന്നെ നല്ല സ്കോർ കിട്ടാൻ ചാൻസ് ഉള്ളത്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു പോവുക. അതോടൊപ്പം നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ റിവിഷൻ നടത്തി പഠിച്ചു പോയിക്കോളാം. ഓക്കെ, അപ്പോൾ ലാഗ് അടിക്കുന്നില്ല, നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഇന്ത്യൻ മ്യൂസീഷ്യൻ ഈസ് ദ ഫസ്റ്റ് സിംഗർ ടു ഗെറ്റ് ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ദ ഭാരതരത്ന? ഓക്കെ, ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും അല്ലേ? എന്താണ്, ഒത്തിരി വട്ടം എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹയസ്റ്റ് സിവിലിയൻ ഓണർ, ഹയസ്റ്റ് സിവിലിയൻ ഓണർ, റിപ്പബ്ലിക് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഭാരതരത്നയാണ് അല്ലേ? ഭാരതരത്നയാണ് റിപ്പബ്ലിക് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ കിട്ടിയ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള ഭാരതരത്ന കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസീഷ്യൻ, ഫസ്റ്റ് സിംഗർ ആരാണ് എന്നുള്ളത്, ഇന്ത്യൻ മ്യൂസീഷ്യൻ ആയിട്ടുള്ള ഫസ്റ്റ് സിംഗർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് സിംഗർ ആരാണ്? ഓപ്ഷൻ എ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ബി AR റഹ്മാൻ, ഓപ്ഷൻ സി MS സുബ്ബലക്ഷ്മി, ഓപ്ഷൻ ഡി RD ബർമൻ. ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ആയിരിക്കും തോന്നുന്നത്? സക്കീർ ഹുസൈൻ ആണോ, AR റഹ്മാനാണോ കിട്ടിയിട്ടുള്ളത്, MS സുബ്ബലക്ഷ്മിക്കാണോ, അതോ RD ബർമൻ ആണോ കിട്ടിയിട്ടുള്ളത്? ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള ഭാരതരത്ന കിട്ടിയ വ്യക്തി ആരാണ്, ഫസ്റ്റ് സിംഗർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി MS സുബ്ബലക്ഷ്മിയാണ് കേട്ടോ. ഓപ്ഷൻ സി MS സുബ്ബലക്ഷ്മിയാണ് ആൻസർ. അപ്പോൾ MS സുബ്ബലക്ഷ്മിക്കാണ് ആദ്യമായിട്ട് എന്ത് കിട്ടിയിട്ടുള്ളത്? ഭാരതരത്ന കിട്ടിയ ഫസ്റ്റ് സിംഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ MS സുബ്ബലക്ഷ്മിയുടെ ഫുൾ നെയിം നമുക്ക് നോക്കാം. എന്താണ്? മധുരൈ ഷൺമുഖ വടുവ് സുബ്ബലക്ഷ്മി. ഓക്കെ, മധുരൈ ഷൺമുഖ വടുവ് സുബ്ബലക്ഷ്മി എന്നുള്ളതാണ് ഫുൾ നെയിം എന്ന് പറയുന്നത്. ആളെന്താണ്? കർണാട്ടിക് വോക്കലിസ്റ്റ് ആണ് MS സുബ്ബലക്ഷ്മി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് വോക്കലിസ്റ്റ് ആണ്? കർണാട്ടിക് വോക്കലിസ്റ്റ് ആണ് MS സുബ്ബലക്ഷ്മി എന്ന് പറയുന്നത്. ആൾക്ക് ഭാരതരത്ന കിട്ടിയത് ഏത് വർഷമാണ്? 1998 കിട്ടിയിട്ടുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ് MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ്? 1998 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഭാരതരത്ന എന്ന് പറയുന്നത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. അത് ആദ്യമായിട്ട് കൊടുത്തത് ഏത് വർഷമാണ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്.
ആദ്യമായിട്ട് കൊടുത്തത് ഏത് വർഷമാണ്? 1954 കൊടുത്തിട്ടുള്ളത്. ഏത് വർഷമാണ്? 1954 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഭാരതരത്ന 3 പേർക്ക് കിട്ടില്ല. അതിലൊരാളാണ് എന്ത്? CV രാമൻ അല്ലേ. അപ്പോൾ ഭാരതരത്ന 1954 ആദ്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാരതരത്ന കിട്ടിയ ഫസ്റ്റ് സിംഗർ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. വിച്ച് ഇന്ത്യൻ മ്യൂസീഷ്യൻ, ഏത് ഇന്ത്യൻ മ്യൂസീഷ്യൻ ആണ് ഫസ്റ്റ് സിംഗർ ടു ഗെറ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള ഭാരതരത്ന, ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള ഭാരതരത്ന കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസീഷ്യൻ ആയിട്ടുള്ള ഫസ്റ്റ് സിംഗർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? MS സുബ്ബലക്ഷ്മി. ഏത് വർഷമാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്? 1998 കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഭാരതരത്ന കൊടുത്ത ഏത് വർഷമാണ്? 1954. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ ഡാൻസർ വൺ ദ സംഗീത് നാടക് അക്കാഡമി അവാർഡ് ഫോർ ഒഡീസി ഡാൻസ് ഇൻ 2018? 2018 ഒഡീസി ഡാൻസിൽ സംഗീത് നാടക് അക്കാഡമി അവാർഡ് കിട്ടിയ ഇന്ത്യൻ ഡാൻസർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്ന് ഓപ്ഷൻ നോക്കിയേ. ഡോക്ടർ അരുണ മോഹൻറ്റി, ആഖം ലക്ഷ്മി ദേവി, സർപ്പുരാജ് സെൻ, ഏലം ഇന്ദിരാദേവി. ഇതിലാരാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയേ. ഏത് അവാർഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്? സംഗീത് നാടക് അക്കാഡമി അവാർഡ്. ഏത് അവാർഡാണ്? സംഗീത് നാടക് അക്കാഡമി അവാർഡ്. ഈ അവാർഡ് കിട്ടിയത് ഏത് വർഷമാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡാൻസിനാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡാൻസിന്? ഒഡീസി ഡാൻസിന് സംഗീത് നാടക് അക്കാഡമി അവാർഡ് 2018 ഒഡീസി ഡാൻസിൽ സംഗീത് നാടക് അക്കാഡമി അവാർഡ് കിട്ടിയ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡാൻസർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ ക്യാൻസലേഷൻ നോക്കാം അല്ലേ. ഡോക്ടർ അരുണ മോഹൻറ്റി. ഡോക്ടർ അരുണ മോഹൻറ്റി ഒഡീസി ഡാൻസർ ആണ് കേട്ടോ. ഒഡീസി ഡാൻസർ തന്നെയാണ് ഡോക്ടർ അരുണ മോഹൻറ്റി എന്ന് പറയുന്നത്. ഒഡീസി ഡാൻസർ തന്നെയാണ് ഡോക്ടർ അരുണ മോഹൻറ്റി എന്ന് പറയുന്നത്. ആൾക്ക് സംഗീത നാടക് അക്കാഡമി അവാർഡ് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, സംഗീത നാടക അക്കാഡമി അവാർഡ് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ 2018 2014 ആൾക്ക് ഈ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല കേട്ടോ, ഓപ്ഷൻ എ അല്ല. അപ്പോൾ ഡോക്ടർ അരുണ മോഹൻറ്റി അല്ല. ഇനി ആഖം ലക്ഷ്മി ദേവി. ആഖം ലക്ഷ്മി ദേവി ഏത് ഡാൻസ് റിലേറ്റഡ് ആണ്? ഒഡീസി അല്ല, മണിപ്പൂരി ഡാൻസ് റിലേറ്റഡ് ആണ് കേട്ടോ. മണിപ്പൂരി ഡാൻസ് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് സർപ്പുരാജ് സെൻ. സർപ്പുരാജ് സെൻ എന്ന് പറയുന്നത് ഒഡീസി ഡാൻസ് റിലേറ്റഡ് ആണ്. ഓക്കെ, ഒഡീസി ഡാൻസ് റിലേറ്റഡ് ആണ്. ഓക്കെ, ഒഡീസി ഡാൻസ് റിലേറ്റഡ് ആണ്, അതവിടെ നിൽക്കട്ടെ. ഇനി ഏലം ഇന്ദിരാദേവി, അത് ഏത് ഡാൻസ് റിലേറ്റഡ് ആണ്? മണിപ്പൂരി ഡാൻസ് റിലേറ്റഡ് ആണ് കേട്ടോ. മണിപ്പൂരി ഡാൻസ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഓട്ടോമാറ്റിക്കലി സർപ്പുരാജ് സെൻ ആണ് ഓപ്ഷൻ. ആൾക്ക് സംഗീത് നാടക് അക്കാഡമി അവാർഡ് 2018 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2018 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാണ്. ഏത് ഇന്ത്യൻ ഡാൻസറിനാണ് സംഗീത നാടക അക്കാഡമി അവാർഡ് ഒഡീസി ഡാൻസിൽ 2018 കിട്ടിയിട്ടുള്ളത്? അപ്പോൾ ഏത് ആൾക്കാണ്? സർപ്പുരാജ് സെൻ ആണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ അരുണ മോഹൻറ്റിക്ക് ഒഡീസിയിൽ 2014 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആയി. 2018 കിട്ടിയ ഇന്ത്യൻ ഡാൻസർ ആരാണ്? സർപ്പുരാജ് സെൻ. 2014 കിട്ടിയ ഇന്ത്യൻ ഡാൻസർ ആരാണ്? ഡോക്ടർ അരുണ മോഹൻറ്റി ആണ്. അപ്പോൾ ബാക്കി 2 പേരും മണിപ്പൂരിയിലാണ് ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ ആണോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. According to Part 4A of Indian Constitution, who is a parent or guardian? Who is a parent or guardian has a duty to provide opportunities for education to his child or as the case may be what between the age of. ഓക്കെ, എത്ര മുതൽ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നിർബന്ധമായും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ആസ് എ പേരന്റ് ഓർ ഗാർഡിയൻ. ആരാണ് പേരന്റ് ആയാലും ഗാർഡിയൻ ആയാലും ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ആ
ഒരു കാര്യം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ പാർട്ട് 4A ആണ് അല്ലേ? സോറി, ആർട്ടിക്കിൾ അല്ല, പാർട്ട് ഏതാണ്? പാർട്ട് 4A. അപ്പോൾ പാർട്ട് 4A പറയുന്നത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധമായും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, പേരൻ്റ് ആയാലും അല്ലെങ്കിൽ ഗാർഡിയൻ ആയാലും. എത്ര വയസ്സ് മുതലാണെന്ന് നിങ്ങൾ നോക്കിയേ. 2 to 6 ആണോ, 6 to 14 ആണോ, 6 to 12 ആണോ, അതോ 4 to 14 ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? നോക്കി, നിങ്ങൾക്ക് ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നത്? ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നമ്മുടെ പാർട്ട് 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4A പ്രകാരം പേരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ നിർബന്ധമായും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഏതാണെന്നറിയാമോ? ഓപ്ഷൻ ബി ആണ് ആൻസർ, 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഫാക്ട് പറയുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 4A ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 4A റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് 4A എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ഡീൽ ചെയ്യുന്നതാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സിറ്റിസൺസിന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഡീൽ ചെയ്യുന്ന പാർട്ടാണ് പാർട്ട് 4A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അത് മറന്നു പോകില്ലല്ലോ. അപ്പോൾ പാർട്ട് 4A എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 51A ഈ ഡ്യൂട്ടീസ് ഓഫ് പേരൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് വരുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 51A വരുന്നത്, മറന്നു പോകരുത്. ആർട്ടിക്കിൾ 51A വരുന്നത്. എന്ത് സ്പെസിഫൈ ചെയ്യുന്ന ഡ്യൂട്ടീസ്? എന്ത് ഡ്യൂട്ടിയാണ്? ഡ്യൂട്ടി ഓഫ് പേരൻറ്റ് ഓർ ഗാർഡിയൻസ് ടു എൻഷുർ എഡ്യൂക്കേഷൻ ഓഫ് ദെയർ ചിൽഡ്രൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 51A ആണ്. ഇനി ഈ ആർട്ടിക്കിൾ 51A ഏത് അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് കൊണ്ടുവന്നതെന്നറിയാമോ, ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നറിയാമോ? അമെൻമെൻറ്റ് 86th ആണ് കേട്ടോ. ഏത് വർഷം? 2022. ഓക്കെ, 2022 86th അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് ആർട്ടിക്കിൾ 51A എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 51A എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേരൻസ് അവരവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ മസ്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കണം എങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത്. പാർട്ട് 4A എന്താണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ആണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ 86th അമെൻമെൻറ്റ് ആക്ടിലൂടെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആർട്ടിക്കിൾ 21A. ഓക്കെ, ആർട്ടിക്കിൾ 21A എന്തിലൂടെ ഇൻസേർട്ട് ചെയ്തതാണ്? 86th അമെൻമെൻറ്റ് ആക്ടിലൂടെ ഇൻസേർട്ട് ചെയ്തതാണ്. ഏത് വർഷമാണ് 86th അമെൻമെൻറ്റ് ആക്ട്? 2002 ആണ് അല്ലേ? അപ്പോൾ 2002 86th അമെൻമെൻറ്റ് ആക്ടിലൂടെ ഇൻസേർട്ട് ചെയ്തതാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഈ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഓഫ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14. ഓക്കെ, അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ വരെയാണ്. അത് അവരുടെ റൈറ്റ് ആയിട്ട് മാറുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 51A 21A തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് അത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവകാശമാണ് എന്ത്? അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത്. ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, മറ്റത് എന്താണ്? പേരൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് അവർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ആർട്ടിക്കിൾ 51A പറയുന്നു. ആർട്ടിക്കിൾ 21A പറയുന്നത് ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ദ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 years എന്നുള്ളത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 21A എന്തിനാണെന്ന് പറഞ്ഞാൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദിസ് ഏജ് ഗ്രൂപ്പ്. ഇത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്ത്? ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഈ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും അവരുടെ റൈറ്റ്സ് എന്ത് ചെയ്യണം? കിട്ടണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഏത് അമെൻമെൻ്റ് ആക്ടിലൂടെയാണ്? 86th അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. ഏത് വർഷമാണ് അമെൻമെൻ്റ് ആക്ട് വന്നത്? 2002
2-ലാണ് അല്ലേ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അമെൻമെൻറ്റ് ആക്ട് റിഫ്ലക്ട്സ്, ഈ അമെൻമെൻറ്റ് ആക്ട് എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ റിഫ്ലക്ട് ചെയ്യും. എന്തിനാണ് നമ്മൾ ഈ ആക്ട് ഒക്കെ കൊണ്ടുവന്നത്? ഈ ആർട്ടിക്കിൾ 21A അതുപോലെ ആർട്ടിക്കിൾ 51A എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യയിൽ എന്ത് വേണം? ലിറ്ററസി ഇൻക്രീസ് ചെയ്യണം, എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾസ് ഒക്കെ. അമെൻമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? തിരുത്തുക. ഓക്കെ, മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ തിരുത്തുന്നതിനാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ആക്റ്റായിട്ട് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ ഉണ്ടാക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? ആ ആക്ട് പാസ് ചെയ്തിട്ട്, ആ ആക്ട് പാസ്സാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? തിരുത്തൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിലെ ലിറ്ററസി ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആക്ടാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 21A അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി പാർട്ട് 4 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, പാർട്ട് 4A ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏത് അമെൻമെൻറ്റ് ആക്ട് ആണെന്ന് നോക്കാം. ഏത് അമെൻമെൻറ്റ് ആക്ടാണ്? 42nd അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് പാർട്ട് 4A കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരു 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യയാണ് പാർട്ട് 4Aയിലുള്ളതെന്ന് പറഞ്ഞു. അതിൽ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് 42nd അമെൻമെൻറ്റ് ആക്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ 10 ഉണ്ടോ? ഇപ്പോൾ 6 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അന്ന് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് 42nd അമെൻമെൻറ്റ് ആക്ടിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടുവന്നിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാണ്? നമ്മുടെ ഇന്ത്യയിലെ എന്ത് വേണം? നമ്മുടെ ഇന്ത്യയോട്, ദേശത്തിനോട് ഒരു പാട്രിയോട്ടിസം അല്ലേ, നമ്മുടെ ഇന്ത്യയുടെ ഒരു ദേശസ്നേഹം വേണം. അതുപോലെ തന്നെ യൂണിറ്റി വേണം അല്ലേ. റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾ മാത്രം പഠിച്ചാൽ പോരാ, പാവപ്പെട്ടവരുടെ കുട്ടികൾ കൂടി പഠിക്കണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്? എത്ര വയസ്സ് മുതലാണ്? 6 to 14 അല്ലേ. 6 to 14 വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ വേണം. അത് ഏത് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പാർട്ട് 4Aയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു പാർട്ട് 4A എന്ന് പറയുന്നത് 42nd അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പാർട്ട് 4Aയിൽ തന്നെ ആർട്ടിക്കിൾ 51Aയിലാണ് പേരൻസ് അവരവരുടെ കുട്ടികൾക്ക് ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി അത് ഏത് അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് ആർട്ടിക്കിൾ 51A കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ 86th അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. ഏത് വർഷം? 2002 ആണ്. 2002-ലെ 86th അമെൻമെൻറ്റ് ആക്ടിലൂടെ ആർട്ടിക്കിൾ 51A മാത്രമല്ല ആർട്ടിക്കിൾ 21Aയും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചിൽഡ്രൻ്റെ, അതായത് കുട്ടികളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുക. 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളത്. അത് ഏത് ആക്റ്റാണ്? 86th അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. ഓക്കെ, ഇനി പാർട്ട് 4A ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 42nd അമെൻമെൻറ്റ് ആക്ട് ആണ്. ഇനി അത് ഏത് വർഷമാണെന്ന് അറിയാം? 42nd അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് 1976 ആണ്. ഏത് വർഷമാണ്? 1976 ആണ്. ഇനി 42nd അമെൻമെൻറ്റ് ആക്ടിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ ഒറ്റ തവണ മാത്രമേ അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു തവണ മാത്രമേ അമെൻമെൻറ്റ് ചെയ്തുള്ളൂ. അത് ഏത് അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഏത് അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്? 42nd അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വർഷം ഉൾപ്പെടെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏത് വർഷമാണ്? 1976. ഏത് വർഷമാണ്? 1976. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the name of the earliest form of writing known in the Indian subcontinent? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മുന്നേ ഉണ്ടായിരുന്നല്ലേ ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പാലി സ്ക്രിപ്റ്റ്, ഓപ്ഷൻ ബി ഇൻഡസ് സ്ക്രിപ്റ്റ്, ഓപ്ഷൻ സി ബ്രഹ്മി സ്ക്രിപ്റ്റ്, ഓപ്ഷൻ ഡി സാൻസ്ക്രിറ്റ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? സാൻസ്ക്രിറ്റ് സ്ക്രിപ്റ്റ് ആണോ, അതോ ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണോ, പാലി സ്ക്രിപ്റ്റ് ആണോ,
ഇൻഡസ് സ്ക്രിപ്റ്റ് ആണോ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ഇൻഡസ് സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഇൻഡസ് സ്ക്രിപ്റ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈമിലാണ് ഈ സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്, ഈ റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് മുതൽ എന്ന് വരെ ആണെന്നുള്ളത് 2600 മുതൽ 1900 BC വരെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ന് മുതലാണ്? 2600 മുതൽ 1900 BC വരെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴത്തെ പാകിസ്ഥാനും നോർത്ത് വെസ്റ്റ് ഓഫ് ഇന്ത്യയിലായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് സിവിലൈസേഷനിലാണ് ഈ സ്ക്രിപ്റ്റ് വന്നിട്ടുള്ളത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് ഈ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പുരാതനമായ സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മേജർ സൈറ്റ്സ്, ഈ ഒരു സിവിലൈസേഷൻ്റെ മേജർ സൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ സൈറ്റാണ്? ഒന്ന് ഹാരപ്പൻ ഒന്ന് ഹാരപ്പൻ. ഓക്കെ, ഒന്ന് ഏതാണ്? ഹാരപ്പ. അടുത്തത് മോഹൻജദാരോ. അടുത്ത എന്താണ്? മോഹൻജദാരോ. അടുത്തത് ധോളവീര. അടുത്തത് ലോഥാൽ. ഏതൊക്കെയാണ്? ഹാരപ്പ, മോഹൻജദാരോ, ധോളവീര ആൻഡ് ലോഥാൽ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് മേജർ സൈറ്റ് എന്ന് പറയുന്നത്? ഈ സിവിലൈസേഷൻ നടന്ന മേജർ സൈറ്റ്സ് ഏതൊക്കെയാണ്? ഹാരപ്പ, മോഹൻജദാരോ, ധോളവീര ആൻഡ് ലോഥാൽ. ഓക്കെ, ഈ ഒരു സിവിലൈസേഷൻ നോട്ട് ചെയ്യപ്പെടുന്നത് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണെന്ന് ചോദിക്കാം, ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഓപ്ഷനായിട്ട് അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അത് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് അർബൻ പ്ലാനിങ്. ഓക്കെ, അഡ്വാൻസ്ഡ് അർബൻ പ്ലാനിങ്, അതുപോലെ ആർക്കിടെക്ചർ, അതുപോലെ സോഷ്യൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഈ സിവിലൈസേഷൻ എന്തിലാണ് നോട്ട് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആ ഒരു കീ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അഡ്വാൻസ്ഡ് അർബൻ പ്ലാനിങ്, ആർക്കിടെക്ചർ, അതുപോലെ സോഷ്യൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ നിങ്ങൾക്ക് ഈ സൈഡിൽ ഇങ്ങനെ നോട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് GD-യിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എക്സാമിന് ഇതിലേതെങ്കിലും ഈ ഒരു പാർട്ടിൽ നിന്ന്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാണ്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് നോൺ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏർലിയസ്റ്റ് റൈറ്റിംഗ് ഫോം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇൻഡസ് സ്ക്രിപ്റ്റ് ആണ് ഏർലിയസ്റ്റ് റൈറ്റിംഗ് ഫോം. അത് ഏത് സിവിലൈസേഷനിലാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2600 മുതൽ 1900 BC വരെ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. മേജർ സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാരപ്പ, മോഹൻജദാരോ, ധോളവീര, അതുപോലെ ലോഥാൽ. ഈ സൈറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. ഇനി ഇതിൻ്റെ ആ ഒരു നോട്ടഡ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനെ നോട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഡ്വാൻസ്ഡ് അർബൻ പ്ലാനിങ്, ആർക്കിടെക്ചർ, അതുപോലെ സോഷ്യൽ ഓർഗനൈസേഷൻ. ഈ കാര്യങ്ങൾ കൊണ്ടാണ് നോട്ടഡ് ആയിട്ടുള്ളത് ആ സിവിലൈസേഷൻ. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, വേൾഡിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കോർഡിംഗ് ടു ദ വുമൻസ് റിസർവേഷൻ ബിൽ 2023, ഹൗ മെനി സീറ്റ്സ് ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആർ റിസർവ്ഡ് ഫോർ വുമൺ? വുമണിന് വേണ്ടിയിട്ട് ഏത് ബില്ലിൻ്റെ കാര്യം പറയുന്നത്? അതിലും ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഏത് ബില്ല്? വുമൻസ് റിസർവേഷൻ ബില്ല്. ഏത് വർഷം? 2023. വുമൻസ് റിസർവേഷൻ ബില്ല് അത് ഏത് വർഷം പാസ്സായെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് വർഷമാണ്? 2023. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ വുമൻ ഹാരാസ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വുമൻസ് റിസർവേഷൻ ബിൽ 2023 പ്രകാരം നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അതുപോലെ തന്നെ ലോക്സഭയിലും വുമണിന് എത്ര ശതമാനം സീറ്റ്സ് ആണ് റിസർവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2/3 ആണോ, 1/3 ആണോ, 1/4 ആണോ, ഹാഫ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കി പറഞ്ഞേ, ഏതായിരിക്കും? 2/3 ആണോ, 1/3 ആണോ, 1/4 ആണോ, ഹാഫ് ആണോ?
ഒന്ന് നോക്കിയേ, ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. വുമൻ റിസർവേഷൻ ബിൽ 2023 പ്രകാരം, ആ ഒരു ബില്ല് പ്രകാരം ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും വുമണിന് വേണ്ടിയിട്ട് എത്ര സീറ്റ്സ് ആണ് റിസർവ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ആൻസർ നോക്കാം. ആൻസർ 1/3 ആണ് കേട്ടോ. 1/3 സീറ്റ്സ് ആണ് വുമൺസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? റിസർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വുമൺ റിസർവേഷൻ ബില്ല് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1996-ലാണ്. 1996-ലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ചോദിക്കാം. ഫസ്റ്റിലെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വുമൺ റിസർവേഷൻ ബില്ല് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1996-ലാണ്. പക്ഷെ പാസ്സായത് ഏത് വർഷമാണ്? 2023-ലാണ് പാസ്സായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര ശതമാനം സീറ്റ്സ് ആണ് ഈ വുമൺ റിസർവേഷൻ ബിൽ 2023 പ്രകാരം റിസർവ് ചെയ്തിട്ടുള്ളത് ലോക്സഭാ സീറ്റിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും? എത്ര ശതമാനം സീറ്റുകളാണ് അല്ലെങ്കിൽ എത്ര സീറ്റ്സ് ആണ് റിസർവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/3 ആണ്. അത് നിങ്ങൾക്ക് ഓപ്ഷനിൽ ചിലപ്പം 1/3 എന്നായിരിക്കില്ല, എന്തായിരിക്കും? 33.33% എന്നായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ 33%, ഇങ്ങനെ വേണ്ട, നിങ്ങൾക്ക് എങ്ങനെയും പറയാം 33%. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാലും മതി. നിങ്ങൾക്ക് ഓപ്ഷനിൽ 33% എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എത്ര സീറ്റ്സ് ആണ്? ഒന്നുകിൽ 1/3, ഓപ്ഷനിൽ 1/3 എന്ന് കാണും, അല്ലെങ്കിൽ 33% എന്ന് കാണും. ഓക്കെ, അപ്പോൾ എത്ര സീറ്റ്സ് ആണ്? 1/3 സീറ്റ്സ് ആണ് വുമണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? റിസർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പണ്ഡിറ്റ് ബിർജു മഹാരാജ് വാസ് ആൻ ഇന്ത്യൻ ഡാൻസർ, കമ്പോസർ, സിംഗർ ആൻഡ് എക്സ്പോണന്റ് ഓഫ് ദ കൽക്കാ ബിന്ദാദിൻ ഘരാന ഓഫ് കഥക് ഡാൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് ബിർജു മഹാരാജ് വാസ് ആൻ ഇന്ത്യൻ ഡാൻസർ, കമ്പോസർ, സിംഗർ ആൻഡ് എക്സ്പോണന്റ് ഓഫ് ദ കൽക്കാ ബിന്ദാദിൻ ഘരാന ഓഫ് കഥക് ഡാൻസ് ഇൻ എവിടെയാണ് എന്നുള്ളത്, ഇന്ത്യയിൽ എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെയായിരിക്കും? ലക്നൗ, ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? ലക്നൗ ആണോ, ഹൈദരാബാദ് ആണോ, ആഗ്ര ആണോ, ഗ്വാളിയർ ആണോ? ഏതാണ് ആൻസർ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എന്തൊക്കെയാണ്? പണ്ഡിറ്റ് ബിർജു മഹാരാജാവ് ഒരു ഇന്ത്യൻ ഡാൻസറാണ്. ഏത് ഡാൻസറാണ്? ഇന്ത്യൻ ഡാൻസറാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജാവ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് ബിർജു മഹാരാജാവ് ഏത് ഡാൻസറാണ്? ഇന്ത്യൻ ഡാൻസറാണ്. അതുപോലെ തന്നെ കമ്പോസറാണ്, അതുപോലെ സിംഗറാണ്, അതുപോലെ എക്സ്പോണന്റ് ഓഫ് ദ കൽക്കാ ബിന്ദാദിൻ ഘരാന ഓഫ് ബിന്ദാദിൻ ഘരാനയുടെ പേരെന്താണ്? കൽക്കാ ബിന്ദാദിൻ ഘരാന ഓഫ് കഥക് ഡാൻസ് ആണ് കേട്ടോ. ഏത് ഡാൻസിലെയാണ്? കഥക് ഡാൻസിലെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഡാൻസറാണ്. ഏത് ഡാൻസിലാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥക് ഡാൻസ് ആണ്. ഏത് ഘരാനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കാ ബിന്ദാദിൻ ആണ്. അപ്പോൾ ഈ ഘരാന ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയാമോ? ആൻസർ ലക്നൗ ആണ് കേട്ടോ. ലക്നൗവിലാണ് എന്ത്? കൽക്കാ ബിന്ദാദിൻ ഘരാന ഓഫ് കഥക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഇന്ത്യൻ ഡാൻസറാണ്, കമ്പോസറാണ്, സിംഗറാണ്, അതുപോലെ തന്നെ എക്സ്പോണൻ്റ് ആയിട്ടുള്ള ഒരു കൽക്കാ ബിന്ദാദിൻ ഘരാനയിലെ കഥക്കിലെ ഘരാനയായിട്ടുള്ള കൽക്കാ ബിന്ദാദിനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഡാൻസറാണ്. അത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ്, ഏത് സിറ്റിയിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ലക്നൗ ആണ് അല്ലേ? അതുപോലെ ഈ പറയുന്ന കഥക് നമ്മൾ പറയുമ്പോൾ ഒന്ന് നോക്കിയേ, ഏത് ഘരാനയുടെ കാര്യം പറഞ്ഞു? കൽക്കാ ബിന്ദാദിൻ. അത് ഏത് ഡാൻസ് ഫോം ആണെന്ന് പറഞ്ഞു? കഥക് ഡാൻസ് ഫോം ആണ്. കഥക് ഡാൻസ് ഫോം എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള 8 ക്ലാസിക്കൽ ഡാൻസിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കഥക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി 8 അല്ലെങ്കിൽ ബാക്കി 7 ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തത് ഭരതനാട്യമാണ്. എന്താണ്? ഭരതനാട്യമാണ്. അതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഒറിജിൻ എവിടെയാണ്? തമിഴ്നാട്
തമിഴ്നാടുമാണ് കേട്ടോ. തമിഴ്നാടുവിലാണ് എന്ത് ഒറിജിൻ ആയിട്ടുള്ളത്? ഭരതനാട്യം ഒറിജിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നാഷണൽ ഡാൻസ്, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഡാൻസ് ഫോം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഭരതനാട്യമാണ് കേട്ടോ. ഏതാണ്? ഭരതനാട്യമാണ്. അതിപ്പോഴും അറിഞ്ഞൂടാത്ത ഒത്തിരി ആൾക്കാർ കാണും. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാണ്, നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഡാൻസ് എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. ഒറിജിൻ എന്ന് പറയുന്നത് തമിഴ്നാടുമാണ്. അതാണ് ഈ 8 ക്ലാസിക്കൽ ഡാൻസിൽ ഒന്ന്. അടുത്തത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുച്ചിപ്പൊടിയാണ് കേട്ടോ. കുച്ചിപ്പൊടിയാണ് അടുത്തത്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ്. ഈ ക്ലാസിക്കൽ ഡാൻസ് ഫോമും അതിൻ്റെ ഒറിജിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ചോദിക്കും. അപ്പോൾ ഭരതനാട്യം എവിടെയാണ്? തമിഴ്നാടുമാണ്. കുച്ചിപ്പൊടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു ഡാൻസ് ഫോം ഒറിജിൻ ആയിട്ടുള്ളത്. അടുത്തതാണ് ഒഡീസി. ഒഡീസി ഡാൻസ് ഫോംസ് നമുക്കറിയാം ഒഡീഷയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒറിജിൻ ആയിട്ടുള്ളത്. ഓക്കെ. അതുപോലെ അടുത്തതാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം നമുക്കറിയാം എന്താണ്? കേരളത്തിൽ തന്നെയാണ് അതിൻ്റെ ഒറിജിൻ. കേരളത്തിലാണ് ഒറിജിൻ ഉള്ളത്. മോഹിനിയാട്ടത്തിൻ്റെ ഒറിജിൻ എന്താണ്? കേരളത്തിലാണ്. മോഹിനിയാട്ടത്തെ എന്തെന്നും പറയും? ഡാൻസ് ഓഫ് എൻചാൻഡ്രസ് എന്ന് കൂടി പറയും. ഓക്കെ, ഡാൻസ് ഓഫ് എൻചാൻഡ്രസ് എന്ന് കൂടി എന്തിനെ പറയും? മോഹിനിയാട്ടത്തെ പറയും. ഒറിജിൻ എവിടെയാണ്? കേരളമാണ്. ഓക്കെ. ഇനി അതുപോലെ അടുത്തതാണ് കഥക്. കഥക് എന്ന് പറയുന്നത് ഒറിജിൻ എവിടെയാണ്? UP ആണ് അല്ലേ? ഉത്തർപ്രദേശിലാണ് കഥക് ഉള്ളത്. കഥക് ഒറിജിനേറ്റ് ആയിട്ടുള്ളത്. അതുപോലെ അടുത്തത് കഥകളി. കഥകളി നമുക്ക് നല്ല സുപരിചിതമാണ് അല്ലേ? കേരളത്തിലാണ് ഒറിജിൻ ഇൻ കേരള. അടുത്തതാണ് മണിപ്പൂരി. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, മണിപ്പൂറാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അടുത്തത് സട്രിയയാണ്. സട്രിയ എന്ന് പറയുന്നത് ഒറിജിൻ ഇൻ ആസാം ആണ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഫെസ്റ്റിവൽസ് ഡാൻസ് ഫോംസിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ? അപ്പോൾ 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്. 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസിൽ ഒന്ന് ഏതാണ്? ഭരതനാട്യമാണ്. ഒറിജിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടുമാണ്. നമ്മുടെ നേഷൻ്റെ നാഷണൽ ഡാൻസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഭരതനാട്യമാണ്. അടുത്തത് കുച്ചിപ്പൊടിയാണ്. കുച്ചിപ്പൊടി എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. അടുത്തത് ഒഡീസിയാണ്. ഒഡീഷയിലാണ് ഒറിജിൻ വരുന്നത്. അതിനടുത്തത് മോഹിനിയാട്ടമാണ്. കേരളത്തിൽ നിന്ന് 2 ഡാൻസ് ഫോംസ് ആണ് ക്ലാസിക്കൽ ഡാൻസിൽ വരുന്നത്, മോഹിനിയാട്ടവും കഥകളിയും. ഓക്കെ, മോഹിനിയാട്ടത്തെ എന്തെന്നും പറയും? ഡാൻസ് ഓഫ് ആൻ എൻചാൻഡ്രസ്. ഡാൻസ് ഓഫ് ആൻ എൻചാൻഡ്രസ് എന്ന് കൂടി പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് കഥക്. കഥക് എവിടെയാണ് ഒറിജിൻ വരുന്നത്? ഉത്തർപ്രദേശിലാണ് അല്ലേ? അടുത്തതാണ് മണിപ്പൂരി. മണിപ്പൂരിൽ നിന്ന് തന്നെയാണ്. അടുത്തത് സട്രിയ. സട്രിയ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ആസാമിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പണ്ഡിറ്റ് ബിർജു മഹാരാജാവ് കൽക്ക ബിന്ദാദിൻ ഘരാനയിൽ കഥക്കിൽ ഭയങ്കര ഫേമസ് ആണ്. ഈ ഘരാന ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് സിറ്റിയിൽ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ലക്നൌവിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലക്നൌവിലാണ് ഘരാന കൽക്ക ബിന്ദാദിൻ ഉള്ളത്. ഓക്കെ, അത് ഏതിൻ്റെ ഘരാന? കഥക്കിൻ്റെ ഘരാനയാണ്. കഥക് റിലേറ്റഡ് ആണ് പണ്ഡിറ്റ് ബിർജു മഹാരാജാവ്. ഇന്ത്യൻ ഡാൻസറാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജാവ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ IAAF വേൾഡ് ചാമ്പ്യൻഷിപ്സ് in athletics became the fully professional competition from? ഏത് വർഷം മുതലാണ് IAAF വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇൻ അത്ലറ്റിക്സ് ഫുള്ളി പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ആയിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കി പറഞ്ഞേ, ഏത് വർഷമാണ്? 1997 ആണോ, 1995 ആണോ, അതോ 1993 ആണോ, 1991 ആണോ? കൺഫ്യൂഷൻ ആയല്ലേ? കുറച്ച് മാറ്റി തിരിച്ച് തന്നിരുന്നെങ്കിൽ, വർഷം ഒന്ന് ഒരു 1800 എന്നൊക്കെ തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ എളുപ്പമായിരുന്നു അല്ലേ? അപ്പം നോക്കിയേ നിങ്ങൾ, ആൻസർ ഏതായിരിക്കും? IAAF വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇൻ അത്ലറ്റിക്സ് ബിക്കെയിം ദ ഫുള്ളി പ്രൊഫഷണൽ കോമ്പറ്റീഷൻ. ഫുള്ളി പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ആയത് ഏത് വർഷം മുതലാണെന്നുള്ള ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 1997 ആണ്. ഓക്കെ, ഏത് വർഷം മുതലാണ്? 1997 മുതലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ
IAAF എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ആണ്. എന്താണ് IAAFന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? IAAF എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ്. അതിനെ ഇപ്പോൾ എന്താ പറയുന്നത്? വേൾഡ് അത്ലറ്റിക്സ് എന്നുകൂടി പറയും. ഓക്കെ, നൗ നോൺ ആസ് വേൾഡ് അത്ലറ്റിക്സ് എന്നുകൂടി പറയും. ഓക്കെ, അപ്പോൾ IAAFന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ. അപ്പോൾ അത് ഏത് വർഷം മുതലാണ് ഒരു പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്? 1997ലാണ്. ഓക്കെ, ഇനി IAAF ആദ്യമായിട്ട് നടത്തിയത് എന്നാണ്? 1983ലാണ്. എന്നാണ്? 1983ലാണ്. ഫിൻലൻഡിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഹെൽസിങ്കിയിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. എവിടെയാണ് നടത്തിയിട്ടുള്ളത്? ഫിൻലൻഡിലെ ഹെൽസിങ്കിയിൽ വെച്ചിട്ടാണ് 1983ലാണ് ഇത് ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ IAAF ഒരു പ്രൊഫഷണൽ കോമ്പറ്റീഷനായിട്ട് മാറിയിട്ടുള്ളത് 1997ലാണ്. ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് 1983ലാണ്. എവിടെ വെച്ചാണ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൻലൻഡിലെ ഹെൽസിങ്കിയിലാണ് നടത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ, പിന്നെ ഈ വേൾഡ് അത്ലറ്റിക്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? റണ്ണിങ് വരും, ജമ്പിങ് വരും, ത്രോയിങ് ആൻഡ് വാക്കിംഗ് ഇവൻറ്റ്സ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാണ്. IAAF അതായത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ഏത് വർഷം മുതലാണ് ഒരു പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ആയെന്ന് ചോദിച്ചാൽ 1997. ആദ്യമായിട്ട് ഏത് വർഷമാണ് നടത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 1983. ആൻഡ് എവിടെ വെച്ചാണ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൻലൻഡിലെ ഹെൽസിങ്കിയിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2015 ഇൻ പ്ലേസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് 2015 പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആൻസർ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓൾറെഡി ആൻസർ കണ്ടു. എന്താ? നീതി ആയോഗാണ് അല്ലേ? അപ്പോൾ നീതി ആയോഗാണ് 2015. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് അതിൽ നിന്ന് കിട്ടും. ഏത് വർഷമാണ്? 2015ലാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് വർഷമാണ് നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്? ഏത് വർഷമാണ്? 2015ലാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വന്നിട്ടുള്ളത്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്? നീതി ആയോഗാണ്. പ്ലാനിംഗ് കമ്മീഷൻ അവസാനമായിട്ട് അല്ലെങ്കിൽ ആ പ്ലാനിംഗ് കമ്മീഷൻ ഏത് വർഷം വരെയാണ് ഉണ്ടായത്? 2015 വരെയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി മാറി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നീതി ആയോഗാണ്. എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എന്താണ് നീതി ആയോഗ് എന്ന് പറയുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിങ്ങൾക്ക് അങ്ങനെയും ചോദിക്കാം. നീതി ആയോഗിന്റെ മൊത്തത്തിലുള്ള ഫുൾ ഫോം എന്താണെന്നുള്ളതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഏതിന് പകരം വന്നതാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ എന്തിനാണ്? 5 ഇയർ പ്ലാൻസ് ഒക്കെ കറക്റ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 5 ഇയർ പ്ലാൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഇന്ത്യാസ് 5 ഇയർ പ്ലാൻസ് ഒക്കെ നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. ഏത് വർഷമാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 1950ലാണ്. ഏത് വർഷമാണ്? 1950ലാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഏത് വർഷമാണ്? 1950ലാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുള്ളത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഒന്നും കൂടി പറയാം. 2015ലാണ് നീതി ആയോഗ് എന്ത് ചെയ്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഏതിന് പകരമാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരമാണ്. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950ലാണ്. എന്തിനാണ്? 5 ഇയർ പ്ലാൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ നിങ്ങൾക്ക്? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബറാഷ് ഈസ് സിമിലർ ടു ഹിന്ദു ഫെസ്റ്റിവൽ Diwali which is celebrated by which of the following tribes?
ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസ്റ്റിവൽ എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പം നോക്കിയേ, ഭറാഷ് എന്ന് പറയുന്നത് ദീപാവലി പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഹിന്ദു ഫെസ്റ്റിവൽ ആണ്. സിമിലർ ടു ഹിന്ദു ഫെസ്റ്റിവൽ ദീപാവലി, ഹിന്ദു ഫെസ്റ്റിവൽ ആയിട്ടുള്ള ദീപാവലി പോലെ തന്നെ സിമിലർ ആണ് ഭറാഷ് എന്ന് പറയുന്നത്. അത് ഏത് ട്രൈബ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് ട്രൈബ്സ് ആണ്? വാർലി ആൻഡ് കോഗ്ന ആണോ, സന്താൾ ആണോ, മുണ്ടയാണോ, ഗോണ്ട് ആൻഡ് ബില്ലാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഭറാഷ് ഈസ് സിമിലർ ടു ഹിന്ദു ഫെസ്റ്റിവൽ ദിവാലി പോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഭറാഷ് എന്ന് പറയുന്നത്. ഏത് ട്രൈബ്സ് ആണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏത് ട്രൈബ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വാർലി ആൻഡ് കോഗ്നയാണ്. ഏത് ട്രൈബ്സ് ആണ്? വാർലി ആൻഡ് കോഗ്നയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രൈബ്സ് ആദ്യമായിട്ട് പ്രൈമർലി ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റാണ്? മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ആയിരുന്നു കേട്ടോ. മഹാരാഷ്ട്രയും അതുപോലെ ഗുജറാത്തിലും ആയിട്ടായിരുന്നു പ്രൈമർലി ഈ ട്രൈബ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ട്രൈബ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് എന്ത്? ഭറാഷ് എന്ന് പറയുന്നത്. സിമിലർ ടു അവർ ദീപാവലി, ഒരു ഹിന്ദു ഫെസ്റ്റിവൽ ആയിട്ടുള്ള ദീപാവലി പോലെ തന്നെ സിമിലർ ആണ് എന്ത്? ഭറാഷ് എന്ന് പറയുന്നത്. ഏത് ട്രൈബ്സ് ആണ്? വാർലി ആൻഡ് കോഗ്നയാണ് എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് ഫൗണ്ട് ചെയ്തത്, ഈ ട്രൈബ്സ് ആദ്യമായിട്ട് വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗുജറാത്തിലുമാണ്. ഈ ട്രൈബ്സ് വളരെ ഫേമസ് ആയിട്ടുള്ളത് അവരുടെ ആർട്ട് വർക്ക്സ് വെച്ചിട്ടാണ്. ആർട്ട് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർലി ട്രൈബ്സിൻ്റെ വാർലി പെയിൻറ്റിങ് ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ ആർട്ട് വെച്ചിട്ടാണ് അവർ ഫേമസ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. രംഗസ്വാമി കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്പോർട്സ്. രംഗസ്വാമി കപ്പ് ഏത് സ്പോർട്സുമായിട്ട് അസോസിയേറ്റഡ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് സ്പോർട്സുമായിട്ട് അസോസിയേറ്റഡ് ആണ് രംഗസ്വാമി കപ്പ് എന്നുള്ളത്? ഏത് സ്പോർട്സുമായിട്ടാണ്? നിങ്ങൾ കേട്ടിട്ടുള്ള ഏത് സ്പോർട്സ്? ഫുട്ബോൾ, ഹോക്കി, ടെന്നീസ്, ബാഡ്മിൻ്റൺ. ഈ സ്പോർട്സിലെ നല്ല ഒരു മേജർ കപ്പ് തന്നെയാണ് എന്ത്? രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്പോർട്സുമായിട്ട് അസോസിയേറ്റഡ് ആണ് രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത്? നിങ്ങൾ ഈ കപ്പിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ രംഗസ്വാമി കപ്പ് ഏത് സ്പോർട്സ് റിലേറ്റഡ് ആണ്? ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹോക്കിയാണ് അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ഹോക്കിയാണ്. ഹോക്കി റിലേറ്റഡ് ആണ് രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത്. ഏത് റിലേറ്റഡ് ആണ്? ഹോക്കി റിലേറ്റഡ് ആണ് രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മേജർ അവാർഡാണ് രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത്. ഹോക്കി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മേജർ അവാർഡ് തന്നെയാണ് രംഗസ്വാമി കപ്പ്. അപ്പോൾ ഈ ഒരു കപ്പ് ഏത് സ്പോർട്സ് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഏത് സ്പോർട്സ് റിലേറ്റഡ് ആണ് രംഗസ്വാമി കപ്പ്? ഹോക്കി റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? നിങ്ങൾക്ക് ഈ സൈഡിൽ കൊടുത്തിരുന്ന നോട്ട്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെച്ചോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ പറഞ്ഞത്? നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് ക്ലാസ് സ്പീഡ് കൂടിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു മോക്ക് എടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PYQ ആണ്. നിങ്ങൾ ഏത് PYQ PDF എടുത്താലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ നമ്മൾ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും എക്സാംസ് വരെ. അപ്പോൾ നിങ്ങൾക്ക് PYQs പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാംസിനെ അപ്രോച്ച് ചെയ്യുക. കാരണം ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മോസ്റ്റ്ലി ചാൻസ് ഉള്ളത്. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചോളാം. ഇതേപോലെ പഠിച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ട് എഴുതി നമ്മൾ വച്ചാൽ മാത്രം പോലെ ആ ഒരു ടൈമിൽ നമുക്ക് ഓർമ്മ കാണും. ആഫ്റ്റർ 1 വീക്ക് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് റിവിഷൻ കൂടി ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.